തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മാഫിയ സംരക്ഷകനായി വാഴുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ADGP അജിത് കുമാറിനെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി HMT ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന് ഒത്താശ കൊടുക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന്, അതുപോലെ തന്നെ CBI-യും ലാവ്ലിൻ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഒരുപാട് കേസുകൾ, ഡസനോളം വരുന്ന കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്, അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മരുമകനുമായിട്ടുണ്ട് കേരളത്തിന്റെ ടൂറിസം മന്ത്രി. ഈ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ RSS-മായി ബാന്ധവമുണ്ടാക്കി RSS-ന്റെ നേതാവ് 2 പ്രാവശ്യം RSS-ന്റെ നേതാവ് ദത്താത്രേയുമായി, അതുപോലെ തന്നെ രാം മാധവുമായി ADGP രാവിലെ വെളുപ്പിന് 6:30 മണിക്ക് പോലീസ് പറയുന്നു വെടിക്കെട്ട് മാറ്റിവെച്ചിരിക്കുന്നു, ആനന്ദിക്കണം. തൃശൂർ പൂരം കാണാൻ പോകുന്നത് വെടിക്കെട്ട് കാണാനാണ്, ദേവിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് കാണാനാണ്. അത് ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് പൂരം താറുമാറാക്കി നടത്തുമ്പോ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പേരിലുള്ള ലാവ്ലിൻ കേസ് നമുക്കറിയാം, ഏതാണ്ട് 37 പ്രാവശ്യം സുപ്രീം കോടതിയിൽ നിന്ന് ആ കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ ലാവ്ലിൻ കേസ്, ആ പിണറായി വിജയന്റെ പേരുള്ള ലാവ്ലിൻ കേസ് 37 തവണയായി. പ്രിയമുള്ളവരെ, ബ്ലോക്ക് പ്രസിഡന്റ് മധു പുറക്കാട് അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ജമാൽ മണക്കാടൻ മുഖ്യ പ്രഭാഷണം നടത്തി. EK സേതു, ലിസി ജോർജ്, TK കുട്ടി, സുരേഷ് മുട്ടത്തിൽ, സീമ കണ്ണൻ, റിയാസ് പുളിക്കായത്ത്, മിനി ബെന്നി, വർഗീസ് വേവുകാടൻ, PM നജീബ്, ഷംസു തലക്കോട്ടിൽ, MB ജലീൽ, അബ്ദുൾ റസാഖ്, നന്മദാസ്, NR ചന്ദ്രൻ, അബ്ദുൾ അസീസ്, റഷീദ് ആനത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.